നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണം പ്രതിസന്ധിയിൽ. നാട്ടുകാരുടെ യാത്ര ജീവൻ കയ്യിൽ പിടിച്ച നിലച്ചത് കാഞ്ചിയാർ കക്കാട്ടുകട തോവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം. ഓണക്കാലം അടുത്തിട്ട് ഏത്തയ്ക്കയ്ക്ക് വിലയില്ല. കടുത്ത പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ. 55 രൂപയെങ്കിലും കിട്ടാതെ കൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന കർഷകർ. ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഉണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയവർ ദുരിതത്തിലായി. കട്ടപ്പന കാഞ്ചിയാറിലെ ഗുണഭോക്താക്കളെ വലയ്ക്കുന്നത് വന നിയമത്തിന്റെ പേരിൽ. മൂന്നാറിൽ 2 ഇടങ്ങളിൽ മോഷണം. അരുവിക്കാട് എസ്റ്റേറ്റ് സെന്റർ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിലും എക്കോ പോയിന്റിലെ ഒരു വഴിയോര വിൽപ്പനശാലയിലുമാണ് മോഷണം. സ്വർണവും പണവും കവർന്നു. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ആദ്യം സിറ്റി വിഷൻ ബ്രേക്കിംഗിലേക്കാണ്. കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണം പ്രതിസന്ധിയിൽ. കുട്ടികളടക്കമുള്ള നാട്ടുകാരുടെ യാത്ര ജീവൻ കയ്യിൽ പിടിച്ച കാഞ്ചിയാർ കക്കാട്ടുകട തോവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം നിലച്ചതോടെ നാട്ടുകാർ മറുകര കടക്കുന്നത് കമിഴ്ന്നടി കൂട്ടിക്കെട്ടിയ താൽക്കാലിക സംവിധാനത്തിലൂടെ. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. ഒരു നാട്ടിലെ കുട്ടികളുടെയും പ്രായമായവരുടെയും നൂൽപാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്രാ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണിത്. കാലൊന്നു വെച്ചാൽ കുത്തിയൊഴുകുന്ന പുഴയിൽ പതിക്കും. ഈ താൽക്കാലിക സംവിധാനവും നാട്ടുകാർ തന്നെ ഒരുക്കിയത്. കാഞ്ചിയാർ കക്കാട്ടുകട തോവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം നിലച്ചതാണ് നാട്ടുകാരുടെ ഈ ദുരിതയാത്രയ്ക്ക് കാരണം. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഈ ആറിനു കുറുകെ നടപ്പാലത്തിലൂടെ അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് കടന്നു പോകുന്നത്. മഴ ശക്തമാകുമ്പോൾ വലിയ രീതിയിൽ വെള്ളമൊഴുക്കും ഇവിടെ ഉണ്ടാകും. ഇതിനാൽ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്നതുവരെ മാതാപിതാക്കൾ ഭീതിയോടെയാണ് വീടുകളിൽ കഴിയുക. പാലം ഭയങ്കരമായിട്ട് കുലുങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലെ അപ്പുറത്തോടൊക്കെ കിടക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇനി ഈ പാലത്തിൽ കൂടെ പോകാനാണെങ്കിൽ ഭയങ്കര പാടും. സ്കൂളിൽ പോകൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം വേറൊരു പാലം വേണം. മുമ്പ് ഇവിടെയുണ്ടായിരുന്ന പാലം 2.5 വർഷം മുമ്പാണ് പൊളിച്ചു നീക്കിയത്. MLA ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു. മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു. ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ 13 ലക്ഷം രൂപ കൂടി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. ഇതിനുശേഷമാണ് പാലം പൊളിച്ചത്. അടിത്തട്ടിലെ പണികൾക്കായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജോലികൾ ആരംഭിച്ചപ്പോഴാണ് മുമ്പ് പാറയുടെ സ്ഥാനം സ്ഥിരീകരിച്ചതിനേക്കാൾ 5.5 അടിയിൽ താഴെയാണ് പാറയെന്ന് വ്യക്തമായത്. ഇതോടെ 74 ലക്ഷം രൂപയായി എസ്റ്റിമേറ്റ്. പുതുക്കി അവശേഷിക്കുന്ന തുക ജില്ലാ പഞ്ചായത്തിൽ നിന്നും വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഡിസൈൻ മാറിയതോടെ എസ്റ്റിമേറ്റ് തുക 1 കോടിയായി ഉയർന്നു. 35 ലക്ഷം ഉപയോഗിച്ച് ഇരുവശങ്ങളിലെയും അടിത്തറയും തൂണുകളുടെ കുറച്ചു ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾ ഫണ്ടില്ലാതെ മുടങ്ങിക്കിടക്കുകയാണ്. ഇതോടെയാണ് നാട്ടുകാർ നടക്കാൻ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത്. വിഷമിച്ച് പോകാൻ മടിയും കുത്തിയിട്ട് നടക്കുക. അത് തന്നെ പറ്റിയാൽ പോകാനില്ല. അതിനുള്ള പാലം 2-3 കൊല്ലമായി പാലം പൊളിച്ചിട്ടില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇവിടെ വരുന്നുമില്ല. നോക്കാനും പിടിക്കാനും പാടില്ല. വന്ന് കണ്ടു ഉടനെ പോകുന്നു. ഒരു ചുമതല ആയിട്ട് ആരും ചെയ്തില്ല. അങ്ങനെ രീതിയിലാണ്. അതുകൊണ്ട് വല്ല നിർവാഹം ഉണ്ടാക്കി തരണം എത്രയും വേണം. കാലാവസ്ഥയിലടക്കം പ്രവചനാതീതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഈ സമയത്ത് അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ച് വലിയ അപകടം ഉണ്ടാകുന്നതിനു മുമ്പ് പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തോവരയാർ പള്ളി വികാരി ഫാദർ ജോൺ മുണ്ടക്കാട്ട് ആവശ്യപ്പെട്ടു. മലവെള്ളപ്പാച്ചിൽ അതിനെല്ലാം ഫലമായി താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്നതായ പാലം ഏത് സമയത്തും അപകടം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതാണ്. അതിലെയുള്ള സഞ്ചാരം ജീവന് ഭീഷണിയാണ്. ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് അധികാരികൾ ഇവിടെ സഞ്ചാരയോഗ്യമായ ഒരു തടിപ്പാലത്തിന് പകരം ഒരു പാലം ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും മുതിർന്നവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന്, സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്ന് ഈ നാടിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു.
അടിയന്തരമായി ഇടപെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാക്കി നൽകണമെന്നതാണ് നാട്ടുകാരുടെയും ആവശ്യം. അതിനായി അധികൃതരുടെ കനിവും കാത്തിരിക്കുകയാണ് ഇവിടെയുള്ളവർ. സിറ്റി വിഷൻ, കട്ടപ്പന. ഓണക്കാലം അടുത്തിട്ടും ഏത്തയ്ക്കയ്ക്ക് വിലയില്ല. കടുത്ത പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ. നിലവിൽ ലഭിക്കുന്നത് 40 രൂപയിൽ താഴെ. 55 രൂപയെങ്കിലും കിട്ടാതെ കൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന കർഷകർ. പ്രതികൂലമായ കാലാവസ്ഥ ഉൽപാദനക്കുറവിനും കാരണമായി. ഒപ്പം കാലവർഷത്തിലെ കൃഷിനാശവും കർഷകരെ കടബാധ്യതയിലേക്ക് എത്തിച്ചു. ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ എക്കാലവും ഓണക്കാലത്തോടനുബന്ധിച്ച് വിളവെടുക്കാവുന്ന തരത്തിലാണ് ഏത്തവാഴ കൃഷി ഇറക്കുന്നത്. എന്നാൽ ഇത്തവണ ഇവരുടെ ഓണക്കാല പ്രതീക്ഷകൾ മങ്ങുകയാണ്. വിളവെടുപ്പ് ആരംഭിച്ചിട്ടും വില ഉയർന്നിട്ടില്ല. നിലവിൽ ലഭിക്കുന്നത് 38 രൂപ മാത്രം. ഇതിൽ നിന്ന് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ. ഇത്തവണത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലും കുറവുണ്ടായി. മുമ്പ് 15 കിലോ വരെ തൂക്കം ലഭിക്കുന്ന കുലകൾ ഉണ്ടായിരുന്നു. ഇത്തവണയത് 10 കിലോ വരെയായി കുറഞ്ഞു. ഇതിനൊപ്പം വില ഇടിയുകയും ചെയ്തതോടെ ഒരു കുല വെട്ടി വിറ്റാൽ 300 രൂപ പോലും കിട്ടാത്ത അവസ്ഥ. വിത്ത് വയ്ക്കുന്നത് മുതൽ കുല വെട്ടുന്നത് വരെയുള്ള പരിപാലന ചിലവ് കണക്കുകൂട്ടിയാൽ വാഴയൊന്നിന് 350 രൂപ മുതൽ മുടക്കാണ്. ശരാശരി 55 രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ വാഴകൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ എന്നാണ് കർഷകർ പറയുന്നത്. വിലയില്ല. പുറത്തുനിന്ന് കായ കൊണ്ടുവന്ന് പഴുത്ത കായൊക്കെ ഒരു 40 രൂപ വിലയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തേച്ച് പോവുകയാണ്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള കൃഷിക്കാർക്കിപ്പം ഈ കൃഷി കൊണ്ടുപോകുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നിർത്തിക്കളയാൻ പറ്റുകയില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാലവർഷത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായി ഏത്തവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചിരുന്നു. വേണ്ട രീതിയിലുള്ള സർക്കാർ സഹായങ്ങളും കർഷകർക്ക് ലഭിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി. അതുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഒരു വാഴയ്ക്ക് നമുക്കൊരു 300-ന് മുകളിൽ മുടക്ക് വരും. സർക്കാരിൽ നിന്ന് വരുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ മുടക്കി കൃഷി ചെയ്യുന്നുള്ളൂ. ആനുകൂല്യങ്ങളായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം സബ്സിഡി ഉണ്ടെന്നും പറഞ്ഞ് അപേക്ഷ കൊണ്ട് വെച്ചു. പയറിനുണ്ട്, പാവലിനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഞങ്ങൾക്ക് പൈസയൊന്നും വന്നിട്ടില്ല. കൃഷി പരിപാലനത്തിന് ചിലവേറുകയും വില ഇടിയുകയും ചെയ്തതോടെ കർഷകർ കടബാധ്യതയിലേക്കും കൂപ്പുകുത്തി. ബാങ്ക് വായ്പയെടുത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് പല കർഷകരും ഏത്തവാഴ കൃഷി ഇറക്കിയിരിക്കുന്നത്. വിലയിടിവിൽ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി തുടരാനാകില്ലെന്നാണ് കർഷകർ പറയുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. കട്ടപ്പന കാഞ്ചിയാറിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയവർ ദുരിതത്തിലായി. വൻ നിയമത്തിന്റെയും ആദിവാസി സെറ്റിൽമെന്റിന്റെയും പേരിൽ വീട് നിഷേധിക്കപ്പെട്ട 20ഓളം കുടുംബങ്ങളാണ് ഇവിടെ പ്രതിസന്ധിയിൽ കഴിയുന്നത്. കട്ടപ്പന കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാട്ടുകുടി, കോഴിമല പ്രദേശങ്ങളിലുള്ള 19 കുടുംബങ്ങളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കാതെ ദുരിതത്തിലായത്. 4 പതിറ്റാണ്ടിലധികമായി ഇവിടെ താമസിക്കുന്നവരാണ് ഇവര്. 5 വർഷം മുമ്പ് ലൈഫ് ഭവന പദ്ധതിക്കായി കുടുംബങ്ങൾ അപേക്ഷ നൽകുകയും ഗ്രാമപഞ്ചായത്ത് ഇവർക്ക് വീട് അനുവദിക്കുകയും ചെയ്തു. പലരും നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചുമാറ്റി പുതിയ വീടിന് തറ കെട്ടി. 1ാം ഘട്ടം പണവും ലഭിച്ചു. എന്നാൽ ഇവരുടെ ഭൂമി സർക്കാർ വക തേക്ക് പ്ലാന്റേഷനിൽ ഉൾപ്പെട്ടതാണെന്ന പേരിൽ തുടർ നടപടികൾ നിർത്തിവെച്ചു. ഫണ്ട് ലഭിക്കാതെ വന്നതോടെ വീട് പണിയും മുടങ്ങി. എവിടെയെല്ലാം പരാതി കിട്ടുന്നു. 5 വർഷമായിട്ട് ഇതിനൊരു നീക്കുപോക്ക് വന്നിട്ടില്ല. അവർ പറയുന്നത് നമുക്ക് NOC തരത്തില്ലെന്നുള്ളതാണ്. ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് NOC തരത്തില്ലെന്നാണ് പറയുന്നത്. പഞ്ചായത്ത് ഗ്രാമസഭ കൂടി നമുക്ക് ഗ്രാമസഭ പാസ്സാക്കിയാണ് നമ്മൾ വീടിന് യോഗ്യതയുള്ളതെന്ന് പഞ്ചായത്ത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തിയതിന് ശേഷം, ഗ്രാമസഭ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് നമുക്ക് വീട് അനുവദിച്ചത്. 20 വർഷത്തിലധികമായി സ്ഥിരതാമസമുണ്ടെങ്കിൽ വനഭൂമിയാണെങ്കിൽ പോലും ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കാമെന്നാണ് നിയമം. പലർക്കും വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും നിരാക്ഷേപ പത്രം ലഭിക്കുകയും ചെയ്തു. എന്നിട്ടും വീട് നിർമ്മാണം വിവിധ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഉണ്ടായിരുന്ന വീട് പൊളിച്ചുമാറ്റി പുതിയ വീടെന്ന സ്വപ്നം പാഴായി. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ദുരിതക്കയത്തിലാണ് നിരവധി കുടുംബങ്ങൾ. സിറ്റി വിഷൻ, കട്ടപ്പന. മൂന്നാറിൽ 2ഇടങ്ങളിൽ മോഷണം. അരുവിക്കാട് എസ്റ്റേറ്റ് സെന്റർ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിലും എക്കോ പോയിന്റിലെ ഒരു വഴിയോര വിൽപ്പനശാലയിലുമാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണാഭരണവും പണവും കവർന്നപ്പോൾ വഴിയോര വിൽപ്പനശാലയിൽ നിന്ന് പണവും കടയിലുണ്ടായിരുന്ന ചില സാധന സാമഗ്രികളും മോഷണം പോയി.
ഒരിടവേളയ്ക്ക് ശേഷമാണ് മൂന്നാർ മേഖലയിൽ വീണ്ടും മോഷണ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടിടങ്ങളിലായാണ് മൂന്നാറിൽ മോഷണം നടന്നത്. അരുവിക്കാട് എസ്റ്റേറ്റ് സെൻട്രൽ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടന്നു. ക്ഷേത്രത്തിന്റെ പൂട്ട് തകർത്ത് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടാവ് അപഹരിച്ചു. ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തകർത്ത് ഉള്ളിലുണ്ടായിരുന്ന പണവും മോഷ്ടാക്കൾ കൈക്കലാക്കി. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പഴയ നാണയങ്ങളുടെ ശേഖരവും കള്ളൻ കവർന്നു. പണമടക്കം 4 ലക്ഷത്തോളം രൂപയുടെ മോഷണം ക്ഷേത്രത്തിൽ നടന്നതായാണ് ഭാരവാഹികൾ പറയുന്നത്. ஒரு அம்மாவுக்கு தாலி ஒரு 4 தாலி பிறகு நாங்கள் கொஞ்சம் பைசா வச்சுருந்தோம். பழைய காலத்து நாணயங்கள்லாம் 1 ரூபா காசு 50 பைசா இப்படி நிறைய காசு உள்ள கெட்டி வச்சுருந்தோம். அது பூட்டை உடைச்சி எல்லாத்தையுமே എടുത്തിട്ട് പോയിട്ടാங்க. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ ദേവികുളം പോലീസിൽ പരാതി നൽകി. മൂന്നാർ എക്കോ പോയിന്റിലാണ് മറ്റൊരു മോഷണം നടന്നത്. പ്രദേശത്തെ ഒരു വഴിയോര വിൽപ്പന കേന്ദ്രത്തിലാണ് മോഷ്ടാവ് കയറിയത്. വഴിയോര കച്ചവടക്കാരനായ ശേഖരന്റെ കടയിലാണ് മോഷണം നടത്തിയത്. കടയിലുണ്ടായിരുന്ന പണവും മറ്റു ചില സാധന സാമഗ്രികളും മോഷ്ടാക്കൾ അപഹരിച്ചു. வரும்போது மணி 8:30 வரும்போது இங்கே கதவு பூட்டு உடைச்சிருக்கு. உள்ள பூட்டையும் உடைச்சி உள்ள சாதனால வெளியே எடுத்து போட்டு அந்த டப்பாவில் போட்டு வச்ச காயின்ஸ் எல்லாம் மொத்தம் ஒரு 1000 ரூபா வரும் காயின்ஸு அதை எடுத்துட்டாங்க. ஒரு புதிய லெவல் லிட்டரு சின்னது വേറെ ഒരു ലെവൽ ലിറ്ററിങ് കാണും. നാളുകൾക്ക് മുമ്പ് തോട്ടം മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും വഴിയോര വിൽപ്പനശാലകളിലും മോഷണ സംഭവങ്ങൾ വർദ്ധിച്ചിരുന്നു. പോലീസ് ജാഗ്രത കടുപ്പിച്ചതോടെ മോഷണ സംഭവങ്ങൾ കുറഞ്ഞു. എന്നാൽ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഓണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആശ്വാസമായി വെളിച്ചെണ്ണ വില കുറയുന്നു. തേങ്ങയുടെയും കൊപ്രയുടെയും വിലയിൽ കുറവ് വന്നിട്ടുള്ളതാണ് വെളിച്ചെണ്ണ വിലയിൽ നേരിയ തോതിലെങ്കിലും കുറവിന് ഇടവരുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വിലയിൽ ഇനിയും കുറവ് വന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. അടുക്കളയ്ക്ക് തീപിടിപ്പിച്ചു കുതിച്ചുയരുന്ന തേങ്ങാവിലയും വെളിച്ചെണ്ണ വിലയും പതിയെ താഴേക്കിറങ്ങുകയാണ്. ഓണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വെളിച്ചെണ്ണ വിലയിൽ കുറവുണ്ടാകുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാകും. കഴിഞ്ഞ ഓണക്കാലം മുതലാണ് തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയർന്നത്. കൊപ്രയുടെയും തേങ്ങയുടെയും ലഭ്യത കുറവായതായിരുന്നു വെളിച്ചെണ്ണ വില വർധനവിന് ഇടവരുത്തിയത്. നിലവിൽ വിപണിയിലേക്ക് പച്ചത്തേങ്ങ കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയ്ക്ക് കിലോയ്ക്ക് 80 രൂപ വരെ എത്തിയിരുന്നു. ഇതിൽ നിന്നും നിലവിൽ 20 രൂപ മുതൽ 25 രൂപ വരെ പലയിടത്തും തേങ്ങയ്ക്ക് വില കുറഞ്ഞിട്ടുമുണ്ട്. ആട്ടിയ വെളിച്ചെണ്ണ കിലോയ്ക്ക് 520 രൂപ വരെ എത്തിയിരുന്നു. നിലവിൽ 470 രൂപ വരെയായി കുറഞ്ഞു. 310 രൂപ വരെ ഉയർന്ന കൊപ്ര വില 250 രൂപയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ ഇനിയും കുറവ് വന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ഓണക്കാലത്തിന് തൊട്ടു മുമ്പ് വരെ 1 കിലോ കൊപ്രയ്ക്ക് 112 രൂപയും ആട്ടിയ വെളിച്ചെണ്ണ കിലോയ്ക്ക് 285 രൂപയുമായിരുന്നു. ഇവിടെ നിന്നുമാണ് വില ഇരട്ടിയോളം വർദ്ധിച്ചത്. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഉണ്ടാകുന്ന വിലവർദ്ധനവ് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിച്ചു. ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ ഉപയോഗം അധിക ബാധ്യതയാകുമെന്ന് കരുതിയിരുന്നവർക്കാണ് ആശ്വാസമായി വിലയിൽ കുറവ് വന്നു തുടങ്ങിയിട്ടുള്ളത്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് അധികമായി തേങ്ങ എത്തുന്നത്. സിറ്റി വിഷൻ, അടിമാലി. ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ മധ്യപ്രദേശ് സ്വദേശിയായ തൊഴിലാളിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അതിഥിത്തൊഴിലാളിയായ സന്ദീപ് സിംഗ് റാമിനെയാണ് കാണാതായത്. ഇയാളോടൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 4 അതിഥി തൊഴിലാളികളും തുഴച്ചിൽക്കാരനും നീന്തി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ആനയിറങ്കൽ ജലാശയത്തിന്റെ മറുകരയിലുള്ള പച്ചമരത്തെ ഏർത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച വള്ളം ശക്തമായ കാറ്റിൽ മറിഞ്ഞത്. ജലാശയത്തിന്റെ 3/4 ഭാഗത്തോളം എത്തിയപ്പോഴാണ് അപകടം. എല്ലാവരും കരയിലേക്ക് നീന്തിയെങ്കിലും സന്ദീപ് സിംഗ് റാം വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ സ്ഥലത്തെത്തി. ആദ്യം നാട്ടുകാരും പിന്നീട് മൂന്നാറിൽ നിന്നുള്ള അഗ്നിശമന സേനയും തിരച്ചിൽ നടത്തിയെങ്കിലും സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്താനായില്ല. തുടർന്ന് തൊടുപുഴയിൽ നിന്ന് സ്കൂബ ടീം എത്തിയ ശേഷം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. സന്ദീപിനായി തിരച്ചിൽ തുടരാനാണ് തീരുമാനം. ഡിവിഷൻ, പൂപ്പാറ. ഇടവേള. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്.
അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ, ശ്മശാനങ്ങൾ, കലാ സാംസ്കാരിക സംഘടനകൾ, വായനശാലകൾ, ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൈവശത്തിലുള്ള ഭൂമി പതിച്ചു നൽകുന്നതിന് പുതിയ ഉത്തരവിറങ്ങി. 2020 സർക്കാർ ഉത്തരവ് റദ്ദ് ചെയ്തതിനു ശേഷമാണ് പരിഷ്കരിച്ച വ്യവസ്ഥകൾ വ്യക്തമാക്കി പുതിയ ഉത്തരവിറങ്ങിയത്. പഴയ ഉത്തരവിലെ വ്യവസ്ഥകൾ അപ്രായോഗികവും അശാസ്ത്രീയവുമാണെന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചത്. പുതിയ ഉത്തരവിലും ഭൂമി പതിച്ചു നൽകിയ ആവശ്യം മറികടന്ന് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കരുതെന്ന നിബന്ധനയുണ്ട്. കുത്തകപ്പാട്ടമോ പാട്ടമോ ആയി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി നൽകുവാൻ വ്യവസ്ഥയിലില്ല. ഇത്തരം ഭൂമിയുടെ പാട്ടം പുതുക്കി നൽകുവാനാണ് നിർദ്ദേശം. എന്നാൽ സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നതായിരിക്കണം. 1990 ജനുവരി 1 മുമ്പ് നിലവിലുള്ളവയായിരിക്കണം. പരമാവധി 1 ഏക്കർ വരെയായിരിക്കണം പതിച്ചു നൽകുന്നത് തുടങ്ങിയവയാണ് ആരാധനാലയങ്ങൾ, ശ്മശാനങ്ങൾ എന്നിവയ്ക്ക് ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള പ്രധാന നിബന്ധനകൾ. എന്നാൽ ജില്ലയിലെ ഭൂരിഭാഗം ആരാധനാലയങ്ങൾക്കും കുടിയേറ്റ കാലം മുതൽ 1 ഏക്കറിലധികം ഭൂമി കൈവശമുണ്ട്. പട്ടയം ലഭിക്കാത്ത ബാക്കി ഭൂമി പാട്ട വ്യവസ്ഥയിൽ അതേ സ്ഥാപനത്തിന് തന്നെ നൽകിയേക്കും. എന്നാൽ ആരാധനാലയങ്ങളോട് ചേർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി പതിച്ചു നൽകുവാൻ പുതിയ ഉത്തരവിൽ നിർദ്ദേശമില്ല. ജില്ലയിൽ 1964 ചട്ടപ്രകാരവും CHRലും 1993 ചട്ടപ്രകാരം പട്ടയ വിതരണത്തിന് കോടതി വിലക്കുള്ളതിനാൽ നിയമ തടസ്സങ്ങൾ മാറാതെ ഒരു സ്ഥാപനത്തിനും പട്ടയം നൽകാനും കഴിയില്ല. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. ഈ മഴക്കാലത്തിന് മുമ്പേയും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കാതെ വന്നതോടെ വട്ടവട മേഖലയിൽ യാത്രാക്ലേശം അതിരൂക്ഷം. മഴ പെയ്യുക കൂടി ചെയ്തതോടെ റോഡിൽ പലയിടത്തും ചെളി രൂപം കൊണ്ടുള്ള സ്ഥിതിയിലാണ്. പഞ്ചായത്ത് പരിധിയിലെ പ്രധാന റോഡുകളൊക്കെയും തകർന്നു കിടക്കുന്നത് പ്രദേശവാസികളുടെ കാൽനട യാത്ര പോലും ദുസ്സഹമാക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം ഈ മഴക്കാലത്തിനു മുന്നേയും യാഥാർത്ഥ്യമാകാതെ വന്നതോടെ ആളുകളുടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന വിവിധ റോഡുകൾ നിർമ്മാണം കാത്തു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയാണെന്നാണ് പരാതി. നിർമ്മാണം സംബന്ധിച്ച് ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുന്നോട്ടു പോകാറില്ലെന്നും ആക്ഷേപമുയരുന്നു. മഴ പെയ്തതോടെ റോഡിൽ പലയിടത്തും വലിയ തോതിൽ ചെളിവെള്ളം രൂപം കൊണ്ടിട്ടുള്ള അവസ്ഥയാണ്. ഇതുവഴി നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. മഴയത്താണെങ്കിൽ പുഴ പോലെയാണ് റോഡിൽ കൂടി വെള്ളം ഒഴുകുന്നത്. ഗസ്റ്റുകൾ കാറും കൊണ്ടുവന്നിട്ട് അവരുടെ കാറുകൾ കയറാതെ അടിയിടിച്ച് അടിയിലെ ബമ്പർ പോലെ വൻ നാശനഷ്ടമാണ്. ബൈക്ക് ഒരു ദിവസം മിനിമം ഒരു 3 ബൈക്കാരെങ്കിലും വീണ് അവർക്ക് പരിക്കേൽക്കുന്നുണ്ട്. സ്കൂള് തൊട്ട് താഴെ തന്നെ ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ചെറിയ പിള്ളേർക്ക് നടന്നു പോകാൻ പറ്റില്ല. അതിൻ്റെ തൊട്ട് താഴെ നേഴ്സറി സ്കൂളുണ്ട്. ഇതിനൊന്നും നമുക്ക് ബാധിക്കാൻ പറ്റില്ല. റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ യാത്ര ദുഷ്കരമായി മാറിക്കഴിഞ്ഞു. കുലുങ്ങിപ്പറഞ്ഞുള്ള യാത്ര രോഗികൾക്കും പ്രായമായവർക്കുമൊക്കെ വല്ലാത്ത ദുരിതം സമ്മാനിക്കുന്നു. പല റോഡുകളിലൂടെയും ഏറെ സാഹസപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത്. തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയിലെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നു. തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കും. കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര തങ്ങൾ മടുത്തെന്നും ദുരിതം കണ്ടറിഞ്ഞ ഇനിയെങ്കിലും വട്ടവടയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ ഇടപെടൽ വേണമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ, മൂന്നാർ.
ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. അടിമാലി സെന്റ് ജൂഡ് ഫൊറോന പള്ളിയിലായിരുന്നു വയോജന സംഗമം നടന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ലോക മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ വയോജന ദിനം സംഘടിപ്പിച്ചത്. അടിമാലി സെന്റ് ജൂഡ് ഫൊറോന പള്ളിയിലായിരുന്നു വയോജന സംഗമം നടന്നത്. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. മക്കൾ കൊച്ചുമക്കൾ കാണിക്കേണ്ട ബന്ധത്തെയും പരിഗണനയെയും കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പേരൻസിനെ പോയി സന്ദർശിക്കണം, മക്കളാണെങ്കിൽ ജോലിയായിരിക്കുന്നവര് അല്ലെങ്കിൽ മറ്റേ ജോലിക്ക് വേണ്ടി മാറിയിരിക്കുന്നവര് കർമ്മമാരെ ഒന്ന് സന്ദർശിക്കുകയും അവർക്ക് സമ്മാനം കൊടുക്കുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. രൂപത ഫാമിലി അപ്പസ്തോലേറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരുന്നത്. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ രൂപതാ മെത്രാൻ വയോജനങ്ങളെ ആദരിച്ചു. അടിമാലി സെന്റ് ജൂഡ് ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. അടിമാലി ഫൊറോന വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി, ഫാദർ മാത്യു അഴകനാക്കുന്നേൽ, സിസ്റ്റർ പ്രദീപ CMC, സിസ്റ്റർ സോഫിയ റോസ് CMC എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ അടിമാലി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന അവാർഡിൽ അടിമാലി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം. സ്കൂളിലെ VHSC വിഭാഗം NSS യൂണിറ്റിന് പ്രത്യേക പുരസ്കാരവും അധ്യാപകനായ നിതിൻ മോഹൻദാസിന് മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള പുരസ്കാരവും ലഭിച്ചു. സംസ്ഥാനത്ത് തന്നെ വ്യത്യസ്തമായ രീതിയിൽ ആതുര സേവന മേഖലകളിൽ എക്കാലവും മികച്ച പ്രവർത്തനം നടത്തുന്നതാണ് സ്കൂളിലെ NSS യൂണിറ്റ്. കഴിഞ്ഞ 3 വർഷമായി NSS യൂണിറ്റ് അടിമാലി മേഖലയിൽ നടത്തിയ സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് സംസ്ഥാന തലത്തിൽ ലഭിച്ചത്. പാലിയേറ്റീവ് ഹോം കെയർ പ്രവർത്തനങ്ങൾ, ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾ, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം പരിഗണിച്ചാണ് സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ഈ അംഗീകാരം എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്കൂളിനോ അല്ലെങ്കിൽ യൂണിറ്റിനോ മാത്രം അർഹതപ്പെട്ടതല്ല. കാരണം NSS എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സേവനത്തിലൂടെ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഈ സമൂഹത്തിലുള്ള ആളുകളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 3 വർഷങ്ങളായി അടിമാലി മേഖലയിൽ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഒരു സംസ്ഥാന തലത്തിൽ അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരം നേടിയ നിതിൻ മോഹൻ അടിമാലിയിൽ 2013 മുതൽ വൊക്കേഷണൽ ടീച്ചറായി സേവനമനുഷ്ഠിച്ചു വരുന്നതാണ്. 2022 മുതൽ 2025 വരെ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറായ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ് ലഭിച്ചത്. ആനച്ചാൽ സ്വദേശിയായ നിതിൻ മോഹന്റെ ഭാര്യ ശ്രീകലയാണ്. രുദ്രാദ, ശിവതീർത്ഥ എന്നിവരാണ് മക്കൾ. NSS യൂണിറ്റിനും പ്രോഗ്രാം ഓഫീസർക്കും പുരസ്കാരങ്ങൾ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അടിമാലി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള്. സിറ്റി വിഷൻ അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണം പ്രതിസന്ധിയിൽ. നാട്ടുകാരുടെ യാത്ര ജീവൻ കയ്യിൽ പിടിച്ച. നിലച്ചത് കാഞ്ചിയാർ കക്കാട്ടുകട തോവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം. ഓണക്കാലം അടുത്തിട്ടും ഏത്തയ്ക്കയ്ക്ക് വിലയില്ല. കടുത്ത പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ. 55 രൂപയെങ്കിലും കിട്ടാതെ കൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന കർഷകർ. ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയവർ ദുരിതത്തിലായി. കട്ടപ്പന കാഞ്ചിയാറിലെ ഗുണഭോക്താക്കളെ വലയ്ക്കുന്നത് വന നിയമത്തിന്റെ പേരിൽ. മൂന്നാറിൽ 2 മോഷണം. അരുവിക്കാട് എസ്റ്റേറ്റ് സെന്റർ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിലും എക്കോ പോയിന്റിലെ ഒരു വഴിയോര വിൽപ്പനശാലയിലുമാണ് മോഷണം. സ്വർണവും പണവും കവർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.